ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യാന്ന് നോക്കാം. അതായത് ഏതാണ് വലിയ ഫ്രാക്ഷൻ ഏതാണ് ചെറിയ ഫ്രാക്ഷൻസ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷൻസ് ആണ് തന്നേക്കണേ. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ അവരെ എന്ത് ഫ്രാക്ഷൻസ് എന്നാ പറയാ? ലൈക്ക് ഫ്രാക്ഷൻസ്. സോ എങ്ങനെയാണ് ലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാന്ന് ഫസ്റ്റ് എക്സാമ്പിളിൽ നോക്കാം. സോ ഇവിടെ 4/7 ആൻഡ് 3/7 ആണ് ക്വസ്റ്റ്യൻ തന്നേക്കണേ. രണ്ട് സ്ഥലത്തും 7 ആണ് ഡിനോമിനേറ്റർ. സോ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ 4 ആൻഡ് 3 കൺസിഡർ ചെയ്ത് നോക്കുക. 4 ആണോ 3 ആണോ വലുത്? ഓഫ് കോഴ്സ് 4 ആണ് വലിയ നമ്പർ. സോ സെയിം തന്നെയാണ് ഫ്രാക്ഷൻസിനും സംഭവിക്കുക. സോ ഇവിടെ ഏതാ വലുതെന്ന് പറയാൻ പറ്റും? 4/7 ഗ്രേറ്റർ ദാൻ 3/7 എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഏതാണോ വലുത് അതനുസരിച്ച് ഫ്രാക്ഷൻസ് ഏതാ വലുതെന്ന് പറയാൻ പറ്റും. സോ ഈ കേസിൽ നമുക്ക് 4/7 ഗ്രേറ്റർ ദാൻ 3/7 എന്ന് ആൻസർ കിട്ടും. സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 1/2 ആൻഡ് 1/7. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് രണ്ടും ഡിഫറെന്റ് ആണ് ബട്ട് ന്യൂമറേറ്റർ സെയിം ആണ്. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? അൺലൈക്ക് ഫ്രാക്ഷൻസ്. അതായത് ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്നാണ് പറയാറ്. സോ ഇവിടെ 1/2 ആൻഡ് 1/7. സോ ഇവിടെ നമ്മൾ ന്യൂമറേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സാമ്പിൾ, ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യണ ഒരു എക്സാമ്പിൾ പറയാം. ചോക്ലേറ്റ്സിന്റെ കേസ്. വീട്ടിലൊരു മിഠായി മേടിച്ചു. ആ മിഠായി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താലാണോ ആ സെയിം ഒരു മിഠായി 7 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താലാണോ ഏറ്റവും വലിയ പാർട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുക? ഓഫ് കോഴ്സ് ഒരു മിഠായിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താലാണ്. ഫോർ എക്സാമ്പിൾ ഇതാണ് ചോക്ലേറ്റ് എന്ന് വിചാരിക്കുക. ഇതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയ പീസ് കിട്ടും. ആ സമയത്ത് സെയിം ചോക്ലേറ്റ്സ് 1 2 3 4 5 6 7 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എന്താ അവിടെ പറ്റണേ? ഒരാൾക്ക് കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആണ് കിട്ടുള്ളൂ. സോ ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? 1/2 ഈസ് ഗ്രേറ്റർ ദാൻ 1/7 എന്ന് ആൻസർ കിട്ടും. സോ എക്സാമ്പിൾ ആയിട്ട് ചോക്ലേറ്റ്സിന്റെ കാര്യം ഓർത്താൽ മതി. സെയിം തന്നെയാണ് ഇവിടെ 1 ചോക്ലേറ്റിന് എടുക്കാൻ കാരണം ന്യൂമറേറ്റർ 1 ആയതുകൊണ്ടാണ്. സോ സെയിം രീതിയിൽ ഇപ്പൊ 3/2 ആൻഡ് 3/7 ആണെങ്കിലോ 3 ചോക്ലേറ്റ്സ് രണ്ട് പേർക്ക് ഡിവൈഡ് ചെയ്താൽ 1.5 വീതം ഓരോരുത്തർക്കും കിട്ടും. ബട്ട് ആ സമയത്ത് 3 ചോക്ലേറ്റ്സ് 7 ആൾക്കാർക്ക് വീതം ഷെയർ ചെയ്യണമെങ്കിലോ ഒരെണ്ണം പോലും കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. എഗെയിൻ ഇവിടെ എന്ത് തന്നെയാ വരാം? 3/2 ഗ്രേറ്റർ ദാൻ 3/7 എന്നാണ് ആൻസർ വരിക. ഓക്കെ, സോ ഈ കേസ് ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു. ദെൻ തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എഗെയിൻ അൺലൈക്ക് ഫ്രാക്ഷൻ തന്നെയാണ്. ബട്ട് ഇവിടെ ന്യൂമറേറ്ററും സെയിം അല്ല ഡിനോമിനേറ്ററും സെയിം അല്ല. ഓക്കെ, ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ LCM കണ്ടുപിടിക്കുക. 12 ആൻഡ് 3ന്റെ LCM ഫസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ രണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ഉം 3ൽ 3 1 ടൈം എന്ന് കിട്ടും. സോ ഇവിടുന്ന് LCM എന്ത് കിട്ടും? വേണമെങ്കിൽ തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 ആൻഡ് 1 എന്ന് കിട്ടും. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആൻഡ് 1 എന്ന് കിട്ടും. സോ LCM 3 into 2 into 2 which is equal to 3 into 2 6 6 into 2 12 എന്ന് LCM കിട്ടും. LCM കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് ഫ്രാക്ഷൻസും ഇപ്പൊ ഈ തന്നേക്കണ രണ്ട് ഫ്രാക്ഷൻസും നമ്മൾ ആ LCMത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 2/3 എന്ന് പറയണത് ഡിനോമിനേറ്റർ 12ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എന്ത് ചെയ്യണം? 3 into 4 ആണ് 12. സോ ഇവിടെ താഴെ മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്യുമ്പോൾ മേളിലും into 4 ചെയ്യുക. സോ 2 into 4 8 എന്ന് കിട്ടും. സോ ഇവിടത്തെ 2/3 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ 8/12 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് 3/12 ഓൾറെഡി ഡിനോമിനേറ്റർ 12 ആയതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? സോ ഇവിടെ 3 അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയേക്കണ രണ്ട് ഫ്രാക്ഷൻസ് അതായത് 8/12ഉം 3/12ലും ഏതാണ് വലുതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞു ഇവിടെ ന്യൂമറേറ്റേഴ്സ് വേറെ വേറെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ന്യൂമറേറ്റർ ഏതാണോ വലുത് ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. സോ ഇവിടെ ഏതായിരിക്കും വലുത്? 8/12 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3/12 ആയിരിക്കും. സോ ഇവിടുന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2/3 ആണോ 3/12 ആണോ ഗ്രേറ്റർ എന്നാണോ? സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 8/12 എന്ന് പറയുന്നത് 2/3 ആയിരുന്നു. സോ 2/3 ഗ്രേറ്റർ ദാൻ 3/12 എന്ന് ആൻസർ കിട്ടും. സോ ഇവിടെ 2/3 ഗ്രേറ്റർ ദാൻ
3/12 എന്ന് ആൻസർ കിട്ടും. സോ ഈ മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കും. സോ ലാസ്റ്റ് എക്സാമ്പിൾ വേറൊരു മെത്തേഡും കൂടെ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. LCM കാണാൻ ബുദ്ധിമുട്ടുള്ളവര് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്താലും മതി. സോ ഇവിടെ എന്താ ചെയ്യണേ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി പഠിച്ചതാണ്. 2/3 ആൻഡ് 3/12 ഇതുപോലെ എഴുതുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഒരെണ്ണത്തിന്റെ ന്യൂമറേറ്റർ വേറെ ഡിനോമിനേറ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ എന്ത് വരും, 2 into 12 വിച്ച് ഈസ് ഗ്രേറ്റർ, 2 into 12 ആണോ 3 into 3 ആണോ വലുത് നോക്കുക. ഇവിടെ നിന്ന് എന്ത് കിട്ടും, 2 into 12 means 24, 3 into 3 9 കിട്ടും. സോ 24 ആണോ 9 ആണോ വലുത്, ഓഫ് കോഴ്സ് 24 ആണ് ഗ്രേറ്റർ. സോ ഇവിടെ നിന്ന് എന്ത് കിട്ടും, 2/3 ഗ്രേറ്റർ ദാൻ 3/12 എന്ന് ആൻസർ കിട്ടും. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഓക്കെ,